വെൽക്കം. റഹ്മാനാണ്. ബയോഫാർമസ്യൂട്ടിക്സ് ഫാർമക്കോകൈനറ്റിക്സിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിനെ പറ്റി. സോ നമുക്ക് പറയേണ്ടത് എന്താണ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയണം. സോ വി വിൽ കമ്പയർ നോൺ ലീനിയർ വിത്ത് ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്. സോ അങ്ങനെ വ്യത്യാസം പറഞ്ഞ് എഴുതാം. ദെൻ എവിഡൻസസ് ഓഫ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് പറയണം. ദെൻ കോസസ്, കാരണങ്ങൾ എന്തെല്ലാമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഇനി ബാക്കി മെക്കാനിസം, ഇക്വേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്, എസ്റ്റിമേഷൻ, KM, Vmax, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റിൽ പറയാം. നമ്മൾ ഫാർമക്കോകൈനറ്റിക്സിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം പറയുന്നത് ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിനെ കുറിച്ചിട്ടാണ്. ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ആസ്പദമാക്കിയിട്ട് ഓൾ അബ്സോർഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ എല്ലാ ഫാർമക്കോകൈനറ്റിക്സും നമ്മൾ പറയുക ലീനിയർ ആണ്. സോ അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് നോൺ ലീനിയറിലേക്ക് പറയാം. സോ നമ്മൾ പാരാമീറ്റർ ഇവിടെ പറയുന്നത് അബ്സോർഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ. തൽക്കാലം അബ്സോർഷൻ എക്സാമ്പിൾ പറയുന്നു എന്ന് മാത്രം. സോ നമ്മളൊരു ഗുളിക വായിലൂടെ കഴിക്കാമെന്ന് വിചാരിക്കുക. ഒരു ഗുളിക കഴിക്കുന്നു ആൻഡ് ദിസ് ഗുളിക is now in the GIT-ലേക്ക് എത്തുന്നു. സോ GIT-ൽ അത് ഡിസൊല്യൂട്ട് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. സോ അപ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ആണ്, മരുന്നിന്റെ കോൺസെൻട്രേഷൻ ഉയർന്നതാണ്. സോ അപ്പോൾ ദിസ് വിൽ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിനകത്തേക്ക് GIT സെൽസിലൂടെ ബ്ലഡിനകത്തേക്ക് മരുന്ന് എത്തുന്നു. സോ ഇവിടെ നടക്കുന്നത് പാസീവ് അബ്സോർഷൻ ആണ്. പാസീവ് അബ്സോർഷൻ പ്രോസസ് ആണ് നടക്കുക. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് GIT-ൽ നിന്ന് മരുന്ന് പ്ലാസ്മയിലേക്ക് എത്തുന്നു. സോ മരുന്നിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്ന നേരത്തെ ഉണ്ടായില്ല, ഇപ്പോൾ അത് പതിയെ ഇൻക്രീസ് ചെയ്യുന്നു. സോ ചേഞ്ച് ഇൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ നമുക്ക് അബ്സോർഷൻ പ്രോസസ് വിത്ത് റിഗാർഡ് ടു ടൈം നമ്മൾ എഴുതുക dC/dt എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ചേഞ്ച് ഇൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ dC/dt ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ. ഇവിടെ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് എന്നനുസരിച്ചിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് പ്രസന്റ് ഇൻ ദ GIT. സോ മോർ കോൺസെൻട്രേഷൻ മരുന്നിവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ ഡ്രഗ് വിൽ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. സോ dC/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C എന്ന് എഴുതാമല്ലോ, ബിക്കോസ് ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു increase concentration or concentration in the GIT. So ഈ proportionality മാറ്റിയാൽ dC/dt is equal to KA. Absorption ആണല്ലോ, KA into C concentration എന്ന് എഴുതും. K is the absorption constant ആണ്, absorption rate constant ആണ്. So ഇത് നമുക്ക് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലോഗ് ചേർത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനെ നമുക്ക് log CT is equal to log C0 initial concentration minus KAT. T is the time 2.303 എന്ന് കിട്ടും. So ഇക്വേഷൻ is ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇനി ഈ ലോഗ് CT ഇതാ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാണ്. ലോഗ് CT ഇവിടെ എക്സ് ആക്സിസിൽ, ഇവിടെ ടൈം. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെമി ലോഗ് പ്ലോട്ടിൽ നമുക്ക് കിട്ടുക ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അബ്സോർഷൻ ആണ്, അതുകൊണ്ട് ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചത്, മുകളിലേക്ക് വരച്ചു. സോ ഇതിനെ നമ്മൾ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് വിളിക്കും, കാരണം ദിസ് ഈസ് സ്ട്രേറ്റ് ലൈൻ ആണ്. സോ ദിസ് ഈസ് ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ആണ്. സോ ഇവിടെ നമ്മൾ മരുന്ന് കൊടുത്തത് 10 മില്ലിഗ്രാം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 മില്ലിഗ്രാം ആണെന്ന് വിചാരിക്കുക, ഓർ ഈവൻ 1000 മില്ലിഗ്രാം. സോ എന്തായാലും ഒരേപോലെ സ്ട്രേറ്റ് ലൈൻ ഒരേപോലെയാണ്. സോ സെമി ലോഗ് പ്ലോട്ട് ഓഫ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആർ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. സൂപ്പർ ഇമ്പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എല്ലാം വരച്ച് ഇങ്ങനെ ഒരേ ലൈൻ. സോ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് വേരി ചെയ്താലും ചേഞ്ച് ഇൻ ഡ്രഗ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് dC/dt ഒരേപോലെ ഡോസിന് ആനുപാതികമായി കമ്പാരിറ്റീവ്ലി ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ യൂഷ്വലി തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷനിൽ മിക്കവാറും മരുന്നുകളുടെ എല്ലാം ദിസ് അബ്സോർഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എലിമിനേഷൻ, മെറ്റബോളിസം എല്ലാം ഒരേപോലെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നവയാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ് കിട്ടുക. സോ ഇതിനാണ് നമ്മൾ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് വിളിക്കുക. സോ നമ്മളിവിടെ അബ്സോർഷൻ പ്രോസസ് പറഞ്ഞു എന്ന് മാത്രം. ഇൻ ദ കേസ് ഓഫ് അതർ കൈനറ്റിക്സ്, മെറ്റബോളിസം, എലിമിനേഷൻ ഇതെല്ലാം സെയിം ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. സോ ഇവിടെ ഡ്രഗ് അബ്സോർബ് ചെയ്തത് പാസീവ് ഡിഫ്യൂഷൻ വഴിയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. പാസീവ് ഡിഫ്യൂഷൻ ആണ്. സോ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു സച്ച് പ്രോസസ് ഓഫ് അബ്സോർഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എലിമിനേഷൻ. ഇനി സെക്കൻഡ് കേസ് മരുന്ന് ആക്റ്റീവ് ഡിഫ്യൂഷൻ വഴിയാണ്. ആക്റ്റീവ് ഡിഫ്യൂഷൻ വഴിയാണ് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് സം കാരിയർ. ഇപ്പോൾ ഞാനിവിടെ നിന്ന് വരച്ചാൽ ഇതാണ് GI എങ്കിൽ ദർ ഈസ് സം കാരിയർ ഹിയർ ടു ട്രാൻസ്പോർട്ട് ടു ദ ബ്ലഡ്, ഓർ സം ട്രാൻസ്പോർട്ടർ ഓഫ് ദ ഡ്രഗ് ഈസ് പ്രസന്റ് ഫോർ അബ്സോർഷൻ എന്ന് വിചാരിക്കും. സോ ഇവിടെ GIT-ൽ നിന്ന് ഡ്രഗ് അബ്സോർബ് ചെയ്യാൻ പ്ലാസ്മയിലേക്ക് എത്താൻ ഒരു കാരിയർ ട്രാൻസ്പോർട്ടർ ഉണ്ട്, അതുവഴിയാണ് അബ്സോർഷൻ. സോ ഇവിടെ ഡ്രഗ് അപ്പോൾ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് എന്നതിന് വല്ല പ്രസക്തി ഉണ്ടോ? അതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. എത്ര കാരിയർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. സോ അബ്സോർഷൻ ഈസ് നോട്ട് കോൺസെൻട്രേഷൻ ലിമിറ്റഡ്. സോ അബ്സോർഷൻ ഈസ് നോട്ട് കോൺസെൻട്രേഷൻ ലിമിറ്റഡ് അല്ല. സോ dC/dt ഈസ് പ്രൊപ്പോർഷണൽ ടു C എന്ന് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് C. സപ്പോസ് ഇവിടെ 100 കാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക, 100 കാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ഒരു 500 മില്ലിഗ്രാം ആണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക. സോ ഇനീഷ്യലി ഒരു 50 കാരിയർ അല്ലെ, 50 കാരിയർ എടുത്ത് ഡ്രഗ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുക. സോ കാരിയേഴ്സ് ബ്ലഡിൽ വെച്ചിട്ട് തിരികെ ഒന്ന് വീണ്ടും എടുക്കുന്നു. സോ കുറച്ച് സമയം കഴിയുമ്പോൾ തുടക്കത്തിൽ കുറച്ച് വേഗത്തിൽ ഡ്രഗ്
അബ്സോർപ്ഷൻ നടന്ന പോലെ നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നോ അത്രയും മരുന്നൊക്കെ കാരിയർ വന്ന് കൊണ്ടുപോയേക്കാം, ലോ കോൺസെൻട്രേഷൻ. സോ തുടക്കത്തിൽ ഇപ്പൊ ഇതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ടി, ഇവിടെ സി, ഇവിടെ ടി ആൻഡ് ഇവിടെ ഡി വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. സോ ഫസ്റ്റ് ഓർഡർ ഗ്രാഫ് തന്നെ ആകും തുടക്കത്തിൽ നമുക്ക് ലഭിക്കുക. സോ ദിസ് ഇസ് ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ആണ്. പക്ഷെ സമയം നീങ്ങിയപ്പോൾ കാരിയർ മോളിക്യൂൾസ് ആർ ഗെറ്റ് സാച്ചുറേറ്റഡ്. ഇതെല്ലാം സാച്ചുറേറ്റഡ് ആയി. ആകെ 100 കാരിയർ ഉള്ളുവെങ്കിൽ ആകെ 100 മോൾ ഓഫ് ഡ്രഗ് മാത്രമേ പ്രത്യേക സമയത്ത് അബ്സോർബ് ചെയ്യൂ. സോ ഇവിടെ വെച്ചിട്ട് ഗ്രാഫ് വിൽ ഷിഫ്റ്റ് ഫ്രം ലീനിയർ ടു കർവ്ഡ് ആയിട്ട് മാറും. ഓർ ഡിപെൻഡന്റ് ടു ഇൻഡിപെൻഡന്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ്. ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ ഗ്രാഫിന് മുന്നോട്ട് പോവുക. സോ ഇനീഷ്യലി ഇറ്റ് വാസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരുന്നു. ദെൻ ഇറ്റ് ഷിഫ്റ്റ് ഫ്രം ഫസ്റ്റ് ഓർഡർ ടു നൗ ഇറ്റ് ഈസ് സീറോ ഓർഡർ കൈനറ്റിക്സ്. സോ ഈ ഷിഫ്റ്റിനെ നമ്മൾ മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് വിളിക്കാം. സോ ദിസ് ഇസ് നൗ മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ നമ്മൾ ഡ്രഗ് കോൺസെൻട്രേഷൻ 500-ൽ നിന്ന് 1000 ആക്കി ഉയർത്തിയാലും ഫലമില്ല. ചേഞ്ച് ഇൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ വിൽ ബി എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് സീറോ ഓർഡർ ആയിരിക്കും. സോ ദ ഗ്രാഫ് ഇപ്പോൾ നോൺ ലീനിയർ ആണ്. നമുക്കതിനെ കർവി ലീനിയർ എന്ന് വിളിക്കാം. സോ ദിസ് ഡ്രഗ് ഷോസ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്. ഈ മരുന്ന് ഇപ്പൊ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ആണ് കാണിക്കുന്നത് അറ്റ് തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷൻസ്. തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷൻസിന്റെ കാര്യമാണ് നമ്മൾ പറയാം. സോ ഇവിടെ നമ്മൾ അബ്സോർഷൻ ആണ് പറഞ്ഞത്. ഇൻ എനി അതർ കേസ് ഇപ്പൊ ഡിസ്ട്രിബ്യൂഷനിലും മെറ്റബോളിസത്തിലും എലിമിനേഷനിലും എല്ലാം നമുക്കിത് പറയാം. സോ അബ്സോർഷൻ ആണെങ്കിൽ കാരിയർ മീഡിയേറ്റഡ് പറയാം, നോൺ ലീനിയർ കൈനറ്റിക്സ് ആകും. മെറ്റബോളിസത്തിലാണെങ്കിൽ എൻസൈം സാച്ചുറേഷൻ നോൺ ലീനിയർ ആയി. എലിമിനേഷൻ ആണെങ്കിൽ ആക്റ്റീവ്ലി എലിമിനേറ്റഡ് ആണെങ്കിൽ നോൺ ലീനിയർ ആണ്. സോ എന്തായാലും ഈസ് നൗ മിക്സഡ് ഓർഡർ കൈനറ്റിക്സ്. സോ നോൺ ലീനിയർ കൈനറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ if any drug its kinetics follows active process follow ചെയ്യുന്ന മിക്കവാറും ഡ്രഗുകളുടെ എല്ലാം കൈനറ്റിക്സ് വിൽ ബി നോൺ ലീനിയർ ആയിരിക്കും. അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ADME absorption, distribution, metabolism, elimination of drug follows what? First order at low doses ഫസ്റ്റ് ഓർഡറും zero order at high doses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തെറാപ്യൂട്ടിക് ഡോസസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡ്രഗ് ഫോളോസ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയാം. ആൻഡ് അതർ വേർഡ് ഈസ് മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് എന്നും നമുക്ക് ഇതിനെ പറയാം. ഇനിയും വേറെ വാക്കുകളുണ്ട്. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കപ്പാസിറ്റി ലിമിറ്റഡ് ഫാർമക്കോകൈനറ്റിക്സ് എന്ന് വിളിക്കാം. ഓർ സാച്ചുറേഷൻ ഫാർമക്കോകൈനറ്റിക്സ് എന്ന് വിളിക്കാം. ഓൾ ദീസ് ആർ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിന് ഇക്വലന്റ് വാക്കുകൾ തന്നെയാണ്. സോ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ എന്തായിരുന്നു? ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ പറഞ്ഞത് സെമി ലോഗ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രേറ്റ് ലൈൻ ആണ്. ഗ്രാഫ് കിട്ടുന്നത് ഗ്രാഫ് ഈസ് സൂപ്പർ ഇമ്പോസിബിൾ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. നോൺ ലീനിയറിലെ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫ് ഈസ് നോൺ ലീനിയർ ആണ്. സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല, സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് പറയാം. ലീനിയറിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ നോൺ ലീനിയറിൽ അത് മിക്സഡ് ഓർഡർ ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അറ്റ് ലോ ഡോസസ് ആൻഡ് സീറോ ഓർഡർ കൈനറ്റിക്സ് അറ്റ് തെറാപ്യൂട്ടിക് ഡോസ് ഓർ ഹൈ ഡോസസ്. ഇനി ലീനിയറിൽ റേറ്റ് ഓഫ് ADME എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് ബൈ ഡോസുമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ലീനിയർ ആണ് എല്ലാത്തിന്റെയും റേറ്റ് ഓഫ് ADME എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ റേറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഡോസസ് എന്ന് നമുക്ക് എഴുതാം. സോ അപ്പോൾ നമുക്ക് ലീനിയറിനെ നമുക്ക് ഡോസ് ഇൻഡിപെൻഡന്റ് എന്ന് എഴുതാം. ഡോസ് ഇൻഡിപെൻഡന്റ് ഫാർമക്കോകൈനറ്റിക്സ് ആണ് ലീനിയർ. പക്ഷെ അപ്പൊ ഇതോ ദിസ് ഈസ് ഡോസ് ഡിപെൻഡന്റ് ആണ്. ഡോസ് ഡിപെൻഡന്റ് റേറ്റ് പ്രോസസ് ഓർ കൈനറ്റിക്സ് ആണ് നോൺ ലീനിയറിനുള്ള എന്ന് നമുക്ക് എഴുതാം. ഇനി ഇൻ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിൽ PK ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് ഓൾ ആർ കോൺസ്റ്റന്റ്. എല്ലാം തന്നെ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് F ഫ്രാക്ഷൻ, ബയോ അവൈലബിൾ, KA അബ്സോർപ്ഷൻ കോൺസ്റ്റന്റ്, എലിമിനേഷൻ കോൺസ്റ്റന്റ്, T half, VD ക്ലിയറൻസ്, ടോട്ടൽ ക്ലിയറൻസ് എല്ലാം ദീസ് ഓൾ ആർ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം. പക്ഷെ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് ഓഫ് നോൺ ലീനിയർ വിൽ ബി ചേഞ്ച് വിത്ത് ഡോസ് അനുസരിച്ച് ഡോസ് അനുസരിച്ച് മാറും. കൈനറ്റിക് പാരാമീറ്റേഴ്സ് ആർ നോട്ട് കോൺസ്റ്റന്റ് അല്ല എന്ന് നമുക്ക് എഴുതാം. ഇൻ ലീനിയറിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഡബിൾ ദ ഡോസ് നമ്മൾ ഡബിൾ ചെയ്താൽ ഇരട്ടിയാക്കി കഴിഞ്ഞാൽ AUCക്ക് എന്ത് പറ്റും? AUC
ലൂസീൻ ഡബിൾ ചെയ്യും. ഏരിയ അണ്ടർ ദ കർവ് വിൽ ബി ഡബിൾ. ആൻഡ് ഡോസ് 3 ഇരട്ടി ആയി കഴിഞ്ഞാലോ AUC 3 ഇരട്ടി ആകും. നോൺ ലീനിയറിൽ if the dose is doubled, no change in AUCയിൽ no change അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആയിരിക്കും. ചേഞ്ച് ഉണ്ടാവാം, ഡിസ്പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആയിരിക്കും. കൃത്യം ഡബിൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇൻ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ഡബിൾ ദ ഡോസ്, ഡോസ് ഡബിൾ ആക്കിയാൽ ഡബിൾ ദ ഡോസ് CSSഉം അപ്പോൾ ഡബിൾ ആകാം. ഒരു പ്രപ്പോർഷനിലായിരിക്കും അത് വ്യത്യാസം വരിക. ഓരോ പാരാമീറ്റേഴ്സിനും അതിൻ്റെതായ സാച്ചുറേഷൻ ഉണ്ട് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്. സോ CSS വിൽ നോട്ട് ചേഞ്ച് ഇൻ പ്രപ്പോർഷൻ. അതേപോലെ പ്രപ്പോർഷനിലൊന്നും ഉണ്ടാവണമെന്നില്ല. ഉദാഹരണം ഫെൻറ്റോയിൻ 300 മില്ലിഗ്രാം ഉള്ളതിനേക്കാൾ നമ്മളത് 450 മില്ലിഗ്രാം ഡോസ് ആക്കി കഴിഞ്ഞാൽ CSS ചെയ്യുന്നത് 10 ഇരട്ടിയാണ്, 10 ടൈംസ് ആണ് വ്യത്യാസം വരിക. സോ എവിഡൻസസ് ഫോർ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് നമ്മൾ പറയാം. ഒന്ന് ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് ഓഫ് പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് നമുക്കത് ലീനിയർ ആണെന്ന് പറയാം അല്ലെ. നോൺ ലീനിയർ ആണോ? നോൺ ലീനിയർ അല്ല എന്ന് പറയാം. നോൺ ലീനിയറിലെ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ചേഞ്ച് വിത്ത് ദ ഡോസ്. സോ ഇതെല്ലാം നമുക്ക് ഡിഫറെന്റ് ഡോസ് കൊടുത്തിട്ട് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. സോ ദാറ്റ്സ് വൺ വേ. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് CSS, കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ഡിഫറെന്റ് ഡോസ്. DSS അറ്റ് ഡിഫറെന്റ് ഡോസസ് കൊടുത്തിട്ടും നമുക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രൊപ്പോർഷണാലിറ്റി ആണെങ്കിൽ അത് നോൺ ലീനിയർ ആണ്. നോ പ്രൊപ്പോർഷണാലിറ്റി, ഇവിടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ നോൺ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അപ്പം നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ കോസസ് ഓഫ് നോൺ ലീനിയാരിറ്റി, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ അബ്സോർഷനിലുള്ള പ്രശ്നം വെച്ച് വരാം, ഡിസ്ട്രിബ്യൂഷനിൽ വെച്ച് വരാം, മെറ്റബോളിസം ആൻഡ് എലിമിനേഷൻ. സോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് അബ്സോർഷനിൽ എന്താണ് പ്രശ്നം? അബ്സോർഷൻ പ്രോസസ്സിൽ റേറ്റ് ഓഫ് അബ്സോർഷൻ നോൺ ലീനിയർ ആവാൻ 3 കാരണങ്ങൾ നമുക്ക് പറയാം. 3 കാരണങ്ങൾ. ആദ്യത്തേത് ഇഫ് ദ അബ്സോർഷൻ ഈസ് ഡിപെൻഡന്റ് ഓൺ സോലുബിലിറ്റി. സോ ഇഫ് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ സോലുബിലിറ്റി ഓർ ഡിസൊല്യൂഷൻ റേറ്റ് ഒക്കെ ആയിട്ട് ഡിപെൻഡന്റ് ആണെങ്കിൽ, എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഗ്രിസിയോഫൾവിൻ ആണ്. ഗ്രിസിയോഫൾവിൻ ഒരു ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. സോ ഇത് ലിപ്പിഡ് സോലുബിൾ ഡ്രഗ് ആണ്. സോ GIയിൽ ഇതിന്റെ ഡിസൊല്യൂഷൻ കുറവാണ്. പക്ഷെ ഡിസൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ GI ഫ്ലൂയിഡിനകത്ത് വേഗം തന്നെ അത് സാച്ചുറേറ്റഡ് ആകും എന്നുള്ളതാണ്. സോ സാച്ചുറേഷൻ ഇൻ GI ഫ്ലൂയിഡ്സ് ഒക്കർ ക്വിക്ലി, വേഗത്തിൽ തന്നെ അത് സാച്ചുറേറ്റഡ് ആകും. സോ കൂടുതൽ ഡ്രഗ് എമൗണ്ട് കൊടുത്താലും ഒരു പരിധിയിൽ കൂടുതൽ ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ് നടക്കില്ല. കുറച്ച് വെച്ച് തന്നെ അത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഡ്രഗ് ഇട്ട് കൊടുത്താലും വീണ്ടും അത് ഡിസൊല്യൂഷൻ നടക്കില്ല. സോ അതുകൊണ്ട് അത് അവിടെ വെറുതെ കിടക്കും. സോ ഇവിടെ റേറ്റ് ഓഫ് അബ്സോർഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സോലുബിലിറ്റി ഓഫ് ദ ഡ്രഗ്. സോലുബിലിറ്റി ആണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. സോ സോലുബിലിറ്റി ലിമിറ്റഡ് ആണ്. 500 മില്ലിഗ്രാം ഗ്രിസിയോഫൾവിൻ കൊടുത്താലും അത് മാറ്റി നമ്മൾ 1000 മില്ലിഗ്രാം ആക്കിയാലും നോ ഇൻക്രീസ് ഇൻ അബ്സോർഷൻ. രണ്ടാമത്തെ കേസ് ബി, അബ്സോർഷനിലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് അബ്സോർഷൻ ഇൻവോൾവ്സ് കാരിയർ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട്. ഇതാണ് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ വെച്ചിട്ട് നോൺ ലീനിയാരിറ്റി പറഞ്ഞത് ഇതാണ്. അപ്പം എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. വൺ ഈസ് റൈബോഫ്ലാവിൻ, വൈറ്റമിൻ ആണ്. സയനകോബാലമിൻ ഈസ് ഓൾസോ വൈറ്റമിൻ B12. ascorbic ആസിഡ് വൈറ്റമിൻ C ആണ്. സോ ഇതെല്ലാമാണ് എക്സാമ്പിൾ. മൂന്നാമത്തത് ഈ പ്രീ സിസ്റ്റമിക് ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ദ ഗട്ട് വാൾ നടക്കാം, അല്ലെങ്കിൽ ഇൻ ദ ലിവർ. ഹെപ്പാറ്റിക് മെറ്റബോളിസത്തെ നമ്മൾ പ്രോഡ്രഗ് എന്നൊക്കെ പറയില്ല സംഭവം. സോ എക്സാമ്പിൾ പ്രോപ്രാനലോൾ നമുക്ക് എക്സാമ്പിൾ ആണ്. വെരാപ്പാമിൽ എക്സാമ്പിൾ ആണ്. ഹൈഡ്രലാസീൻ എന്ന് പറയുന്ന ഡ്രഗ്. സോ പ്രീ സിസ്റ്റമിക് ഗട്ട് വാളിൽ മെറ്റബോളൈസ് ചെയ്യുന്ന മരുന്നുകൾ. മെറ്റബോളിസം സാച്ചുറേറ്റഡ് ആയെന്ന് പറ്റും, വീണ്ടും മെറ്റബോളിസം നടക്കോ? ഇല്ല. സോ ഡ്രഗ് ലോസ് കുറയുമ്പോൾ ഇൻക്രീസ് അബ്സോർഷൻ കൂടും. ഹെപ്പാറ്റിക് മെറ്റബോളിസം, ഫസ്റ്റ് പാസ് മെറ്റബോളിസം അല്ലെ, പ്രീ സിസ്റ്റമിക് മെറ്റബോളിസം നടക്കുന്ന മരുന്നുകൾ. മെറ്റബോളിസം സാച്ചുറേറ്റഡ് ആയി എന്ന് വിചാരിക്കുക. സാച്ചുറേറ്റഡ് ആകുമ്പോൾ നശിക്കൽ കുറയുമ്പോൾ കൂടുതൽ അളവിൽ ബ്ലഡിനകത്തേക്ക് എത്തും. സോ അവിടെയും ഇൻക്രീസ്ഡ് ബയോ അവൈലബിലിറ്റി ഓർ ഇൻക്രീസ്ഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടും. ഇനി ഗ്യാസ്ട്രിക് എംറ്റി, ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ. സോ ഇതെല്ലാം ഡ്രഗിന്റെ കൈനറ്റിക്സ് ചേഞ്ച് ചെയ്യാം. സോ ഇത് 3 പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഓഫ് അബ്സോർഷൻ. ഇനി ഡിസ്ട്രിബ്യൂഷനിൽ നോൺ ലീനിയാരിറ്റി ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞാൽ, ഒന്ന് സാച്ചുറേഷൻ ഓഫ് ബൈൻഡിങ് സൈറ്റ് ഓൺ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഒരു കാരണം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഫിനൈൽ ബ്യൂട്ടസോൺ NSAID ആണ്, നാപ്രോക്സൻ ഓൾസോ NSAID ആണ്. സോ ഈ 2 മരുന്നുകൾ പ്രോട്ടീൻ, ഇപ്പോൾ ഇതാണ് പ്രോട്ടീൻ പിടിക്കുന്നതെങ്കിൽ ലിമിറ്റഡ് പ്രോട്ടീൻ ബൈൻഡിങ് സൈറ്റ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്നായിരിക്കും, ഇവിടെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ഇഫ് ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ്, ഇതെല്ലാം സാച്ചുറേറ്റഡ്
ആയി കഴിഞ്ഞാൽ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കണം. ഫ്രീ പ്ലാസ്മ കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ്, അത് കൂടും. പ്ലാസ്മ ഫ്രീ ഡ്രഗ് കൂടുമ്പോൾ കൈനറ്റിക്സ് ചേഞ്ച് ആകും. രണ്ട് സാച്ചുറേഷൻ തന്നെയാണ്. സാച്ചുറേഷൻ ഓഫ് ടിഷ്യൂ ബൈൻഡിങ്, ടിഷ്യൂവിലാണ്. ഇത് പ്ലാസ്മ പ്രോട്ടീനിലാണ്, ഇത് ടിഷ്യൂവിലാണ്. ടിഷ്യൂ ബൈൻഡിങ് സൈറ്റ്സ് എക്സാമ്പിൾ തയോപെൻറ്റാൽ, ദെൻ ഫെൻറ്റാനിൽ. ഇതൊക്കെ നമുക്കറിയാം ഹൈലി ലിപ്പിഡ് സോൾബിൾ ഡ്രഗുകളാണ്. സോ ഈ മരുന്ന് ആദ്യം ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് കടക്കും. ടിഷ്യൂസിലേക്ക് കടക്കുമ്പോൾ VD വിൽ ഇൻക്രീസ്, VD ഭയങ്കരമായിട്ട് കൂടും ബിക്കോസ് ബ്ലഡിനകത്ത് മരുന്നില്ല. പക്ഷെ അറ്റ് സർട്ടൺ പോയിന്റ് ടിഷ്യൂ ഗെറ്റ് സാച്ചുറേറ്റ്. ടിഷ്യൂ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? പിന്നെ അവിടെ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് പോവില്ല. പിന്നെ അപ്പോൾ VD വിൽ ഡിക്രീസ് മീൻസ് മോർ എമൗണ്ട് ഓഫ് ഡ്രഗ് വിൽ പ്രസന്റ് ഇൻ ദ ബ്ലഡ്. സോ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് വിൽ ഇൻക്രീസ്. ഇനി മൂന്നാമത്തെ സോഴ്സ് ഓഫ് നോൺ ലീനിയാരിറ്റി ഈസ് മെറ്റബോളിസം ആണ്. ഇൻ കേസ് ഓഫ് മെറ്റബോളിസം ഓഫ് ഡ്രഗ്, ഇവിടെ വൺ റീസൺ ഈസ് മരുന്നിന് പ്രത്യേക മെറ്റബോളിക് എൻസൈംസ് അല്ലെ, മെറ്റബോളിക് പ്രോസസ് പ്രത്യേകമോ അല്ലെങ്കിൽ കോ എൻസൈംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോ എൻസൈംസ് ഒക്കെ വേണമെങ്കിൽ, ആൻഡ് ഇഫ് ദീസ് എൻസൈംസ് ഓർ കോ ഫാക്ടേഴ്സ് ആർ സാച്ചുറേറ്റഡ് ആകുകയാണെന്ന് കരുതുക. സോ അപ്പോൾ ഇൻക്രീസ്ഡ് ഡോസസിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ്ഡ് ഡോസസ് മെറ്റബോളിസം കുറയും അല്ലെ, ബിക്കോസ് മെറ്റബോളിസം എല്ലാം സാച്ചുറേറ്റഡ് ആണ്. മെറ്റബോളിസം കുറയുമ്പോൾ ഇൻക്രീസ്ഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ഉണ്ടാകും. എക്സാമ്പിൾ ഫേമസ് ഈസ് ഫെനിറ്റോയിൻ, ആൽക്കഹോൾ, തിയോഫിലിൻ പോലെയുള്ള ഡ്രഗുകളുടെ പ്രശ്നം ഇതാണ്. ടോക്സിക് എഫക്ട് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫെനിറ്റോയിൻ 300 മില്ലിഗ്രാം എന്നത് മാറ്റി 450 മില്ലിഗ്രാം ആക്കി കൊടുത്താൽ ടോക്സിക് എഫക്ട് 10 ഇരട്ടി 9 times to 10 times ആണ് വർദ്ധിക്കുക. സോ 300 മില്ലിഗ്രാം ഫെനിറ്റോയിൻ കൊടുക്കുമ്പോൾ അതിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ 4 മില്ലിഗ്രാം പെർ ലിറ്ററോ MLO ആണെങ്കിൽ, ആൻഡ് ഇതിന്റെ ഡോസ് 450 ആയി കഴിഞ്ഞാൽ 36 മില്ലിഗ്രാം പെർ ലിറ്ററോ MLO ആയിട്ടായിരിക്കും മാറുക. എത്രയാണെന്ന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, ആയിട്ട് മാറും. സോ സൈഡ് എഫക്ട്സ് ഓർ ടോക്സിറ്റി വിൽ ഇൻക്രീസ് ഇൻ എ ഗ്രേറ്റ് എമൗണ്ട്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത് ഉള്ളത് എൻസൈം ഇൻഡക്ഷൻ ആണ്. എൻസൈം ഇൻഡക്ഷൻ ഉദാഹരണം പറഞ്ഞത് കാർബമാസെപ്പിൻ, ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് കേട്ട കാർബമാസെപ്പിൻ ആണ്. സോ ദിസ് ക്യാൻ കോസ് ഓട്ടോ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ സ്വയം മെറ്റബോളിസം അങ്ങോട്ട് വർദ്ധിപ്പിക്കുന്ന ഡ്രഗ് ആണ്. സോ ഇൻഡക്ഷൻ ഓഫ് മെറ്റബോളിക് എൻസൈംസ് ഓട്ടോ ആയിട്ട് നടത്താം. സോ തുടർച്ചയായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്ത് പറ്റും? ഡിക്രീസ്ഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ഉണ്ടാകും. സോ കാർബമാസെപ്പിൻ ഓട്ടോ ഇൻഡക്ഷൻ ഈസ് ഡോസ് ഡിപെൻഡന്റ് ആണ് എന്ന് നമുക്കറിയാം. സോ ടൈം ഡിപെൻഡന്റ് കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഡ്രഗ് ആണ് കാർബമാസെപ്പിൻ. അപ്പോൾ അടുത്തത് ഫൈനൽ റീസൺ ഫോർ നോൺ ലീനിയാരിറ്റി ഈസ് എക്സ്ക്രീഷനിലാണ്. എക്സ്ക്രീഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കാരണം ഇഫ് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷനെ പറ്റിയാണ് നമ്മൾ ഇവിടെ. ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്ന മരുന്നുകൾ, ഉദാഹരണത്തിന് പെനിസിലിൻ G എന്ന് പറയുന്നത് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ വഴി നടക്കുന്നതാണ്. സോ ഇഫ് ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ്, ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ഡ്രഗ് ക്ലിയറൻസ് കുറയും. സോ ഇൻക്രീസ്ഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് പെനിസിലിൻ G വിൽ ഇൻക്രീസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് തന്നെയാണ്, ട്യൂബുലാർ തന്നെയാണ്. ട്യൂബുലാർ റീഅബ്സോർഷൻ ഇങ്ങനെ നടക്കുന്ന മരുന്നുകൾ, ഉദാഹരണത്തിന് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. ഈ പ്രോസസ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ മോർ ഡ്രഗ് വിൽ ബി എലിമിനേറ്റ്. ഇൻക്രീസ്ഡ് എലിമിനേഷൻ, റീഅബ്സോർഷൻ നടക്കുന്നില്ല, മൊത്തം നഷ്ടപ്പെട്ടു. മോർ ഡ്രഗ് ഈസ് എലിമിനേറ്റഡ്. സോ ഇൻക്രീസ്ഡ് റീനൽ ക്ലിയറൻസ് കൂടും, പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറയും. ഇനി ഇതേപോലെ ബിലിയറി സെക്രീഷനും ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. സോ സാച്ചുറേഷൻ ഉണ്ടാകാം, മരുന്ന് അടിഞ്ഞുകൂടാം. ഉദാഹരണം ടെട്രാസൈക്ലിൻ, ബിലിയറി സെക്രീഷൻ കൂടി എഴുതിയേക്കാം. ബിലിയറി സെക്രീഷൻ ടെട്രാസൈക്ലിൻ എക്സാമ്പിൾ ആണ്. ഇൻഡോമെത്താസിൻ അനാൽജസിക് ഡ്രഗ് ആണ്. സോ നോൺ ലീനിയർ കൈനറ്റിക്സിൽ ഇനി മിഖാലിസ് മെന്റൻ ഇക്വേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് അടുത്ത വീഡിയോ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.